പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. കൃഷി സ്നേഹികളെ എല്ലാ മലയാളികൾക്കും കൃഷിത്തോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളൊക്കെ അറിയുന്ന പോലെ നമ്മളെ ഒത്തിരി സ്നേഹിച്ച, നമ്മളെ ഒത്തിരി ചിരിപ്പിച്ച നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ നമ്മളെ വേർവിട്ട് പോയിരിക്കുകയാണ്. ശ്രീനിവാസൻ ചേട്ടൻ ഒരു കലാകാരൻ എന്നതിന് ഉപരിയായിട്ട് അദ്ദേഹം വലിയൊരു കർഷകനായിരുന്നു. വെറും കർഷകനൊന്നുമല്ല, അദ്ദേഹം ഒരു ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വലിയൊരു പ്രൊമോട്ടറായിരുന്നു. ഒറ്റയ്ക്കല്ല ചെയ്ത് ഒരു കൂട്ടം കർഷകരെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഓർഗാനിക് ഫാമിങ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മളിന്നിവിടെ ഒരു ചെടി വെക്കുക. അതേത് ഫലവൃക്ഷത്തൈയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് കൗതുകം ഉണ്ടാവില്ലേ? ഇതേ ഇരിക്കുന്നു. ഇത് നമ്മുടെ J33 ആണ്, ഹോം ഗ്രൗണ്ടിൻ്റെ. ഈ പ്ലാവാണ് നമ്മൾ ശ്രീനിവാസൻ ചേട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊന്ന് ശരിയാക്കണം. മൊത്തം കാടാ, പശുവൊക്കെ പോയതുകൊണ്ട് കാടായിട്ട് എടുക്കാം. അവിടെ ഒന്ന് തെളിച്ചെടുക്കട്ടെ. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മളിവിടെ J33 പ്ലാവ് വെക്കുകയാണ്. നമ്മുടെ ഈ കൃഷിത്തോട്ടത്തിൽ J33 ഇല്ല, ആദ്യത്തെ J33 കൂടിയാണ്. കുഴിയൊക്കെ കറക്റ്റ് കേട്ടോ. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. നമ്മളെയൊക്കെ ഒത്തിരി ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മളിത് കാത്തു സൂക്ഷിക്കും. ഇതിൽ നിന്ന് ശ്രീനിവാസൻ ചേട്ടൻ നമുക്ക് ചിരി തന്ന പോലെ ഇതിൻ്റെ മധുരം നമ്മൾ കഴിച്ച് നമുക്കും സന്തോഷം ഉണ്ടാകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അല്ലേ? ജീവിതത്തിൽ കുറേ സെലിബ്രിറ്റീസിനെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, അല്ലേ? ശരിക്കും മനസ്സിൽ ആഗ്രഹിച്ച ഒരാളാണ് ശ്രീനിവാസൻ. വെറുതെ കാണുക മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തോടൊപ്പം കുറേ സമയം ഇരുന്ന് അദ്ദേഹത്തിൻ്റെ തമാശകളൊക്കെ ആസ്വദിച്ച് ആ കൃഷിയിടങ്ങളിൽ കൂടെ അദ്ദേഹത്തെ കൊണ്ട് നടന്നു പോയി അത്ര സമയം അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. നടക്കാത്ത സ്വപ്നമെന്നറിയായിരുന്നു, എന്നാലും ആഗ്രഹിച്ച ഒരാഗ്രഹമായിരുന്നു. എന്തായാലും ആ നിഷ്കളങ്കമായ വ്യക്തിത്വം, ചിരിയുടെ ശ്രീകോവിൽ നമ്മുടെ ശ്രീനി ചേട്ടൻ നമ്മളോട് വിടവാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നേരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എടാ വിജയ, എന്താടാ ദാസ,
ഇടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ.